Hi friends, welcome back to my YouTube channel, YouTube Tips and Tricks. അപ്പോൾ ഇന്ന് നമുക്കൊരു കൈൻമാസ്റ്റർ കൂടെ ഒരു ഇൻട്രോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വീഡിയോ നിങ്ങൾ കാണുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് വിരലമർത്തി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. സമയങ്ങളാതെ നമുക്ക് നേരെ കൈൻമാസ്റ്റർ എഡിറ്റിങ്ങിലേക്ക് പോകാം. വരും. കൈൻമാസ്റ്ററിൽ കൂടെ നമുക്കിന്നൊരു 3D ഇൻട്രോ ഉണ്ടാക്കാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തു, ഞാൻ ക്രിയേറ്റ് കൊടുത്തു, റേഷ്യോ 16:9 സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ക്രിയേറ്റിൽ പ്രസ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളണം, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിന് വേണ്ടി ഒരു ഇൻട്രോ ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് മീഡിയയിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാം. മീഡിയ ഓപ്പൺ ചെയ്യാം. ഇമേജ് അസറ്റിൽ പോയിട്ട് വൈറ്റ് കളർ സെലക്ട് ചെയ്ത് ക്രോസിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 10 സെക്കൻഡ്, ഒരു 10 സെക്കൻഡിലത്തേക്ക് ലെങ്ത് കൊണ്ടുവരിക. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ്, അതായത് സ്റ്റാർട്ടിങ് പോയിന്റിൽ കൊണ്ടുവരിക. അതിനുശേഷം ലെയറിൽ പോവുക. ലെയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ ലോഗോ, അതായത് നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ നിങ്ങൾ ഉണ്ടാക്കി കാണുമല്ലോ, ആ ലോഗോ നമുക്ക് എടുക്കാം. അവിടെ നമ്മൾ ലെയറിലെ മീഡിയയിൽ ക്ലിക്ക് ചെയ്തു. എൻ്റെ ചാനലിൻ്റെ ലോഗോ ഞാൻ ഇതാണ്, ഇത് സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ 2 വിരലിൻ്റെ സഹായത്തോടു കൂടി സെൻറ്ററിലായിട്ട് കൊണ്ടുവന്ന് ചെറുതാക്കുക. സെൻറ്ററാണെന്നറിയാൻ വേണ്ടി റെഡ് ലൈൻ 2 സൈഡിലും കിട്ടും. അത് നിങ്ങൾക്ക് ഇപ്പോൾ സെൻറ്ററായി 2 വശത്തും റെഡ് ലൈൻ കിട്ടിയതുണ്ടോ. നമുക്ക് അതിൻ്റെ ലെങ്ത് 10 സെക്കൻഡിന് ആക്കാം. വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ ടൈം ലൈനിനെ കൊണ്ടുവന്നു. മീഡിയയിൽ പോയിട്ട് വൈറ്റ് ഇമേജ് എടുത്തു. ഈ ഇമേജിനെ നമ്മൾ വലുതാക്കുക. അത് നമ്മൾ ലോഗോ മറഞ്ഞിരിക്കണം, കണ്ടോ. സെൻറ്ററാണെന്നറിയാൻ വേണ്ടി ഇതേപോലെ റെഡ് ലൈൻ പ്ലസ് പോയിൻറ്റ് മാർക്ക് മാതിരി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഓക്കെ ആയി. ഇനി നമ്മൾ ഇതേപോലെ ടേൺ ചെയ്ത് റൈറ്റ് സൈഡ് കൂടെ ടേൺ ചെയ്ത് ഇതേപോലെ കൊണ്ടു നടത്തുക. അതിനുശേഷം നമുക്ക് ക്രോപ്പിങ്ങിൽ പോവുക. ക്രോപ്പിംഗ് സെലക്ട് ചെയ്യാം. ക്രോപ്പിംഗ് പ്രസ് ചെയ്തു. ഇനി മാസ്ക് നമ്മൾ ഇനേബിൾ ചെയ്യുക. ഷേപ്പ് ഫെദർ വന്നിട്ട് ഒരു 16 ഒക്കെ മതിയാവും. ആദ്യം നമുക്ക് ഫെദർ ഞാൻ അവിടെ 20 വരെ എടുത്തിട്ടുണ്ട്. 20 വരെ മതി. ഇനി നമുക്ക് ഷേപ്പ് സെക്കൻഡിലുള്ള ഈ ഷേപ്പ് സെലക്ട് ചെയ്യുക. നമ്മൾ ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്തിട്ട് ടൈം ലൈൻ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുക. അതേപോലെ നമ്മൾ ആദ്യം എടുത്ത ഇമേജും പയ്യെ വിരലുകൊണ്ട് സഹായത്താൽ ഇതേപോലെ മെതുവെ ലോഗോയിൽ നിന്നും വെളിയിലോട്ടോ ആ കോർണറിലത്തേക്ക് ഇങ്ങനെ പയ്യെ സെലക്ട് ചെയ്യുക. ഓരോ സ്റ്റെപ്പും ടൈം ലൈൻ കൊണ്ടുപോവുക. അതേപോലെ അവിടെ നമ്മൾ വിരലുകൊണ്ട് മൂവ് ചെയ്യുക. അതായത് ഇതേപോലെ വളരെ സ്ലോയിൽ നമ്മൾ കൊണ്ടുപോകും. അപ്പോഴേ നമ്മൾ അനിമേഷനാണ് നടക്കുന്ന സ്പീഡിന് കൊണ്ടുപോയാൽ അതേപോലെ സ്പീഡിലാവും. ഇത്രയും മതി. ഇനി നമുക്ക് തിരിച്ചു വന്നതിന് ശേഷം സെക്കൻഡ് ഡോട്ട് അല്ലെങ്കിൽ തേർഡ് ഡോട്ടിൽ വരെ കൊണ്ടുവന്നതിന് ശേഷം ഇതിൻ്റെ ലെങ്ത് സെലക്ട് ചെയ്യുക, ലെങ്ത് കുറയ്ക്കുക. ഇത്രയും മതി. വീണ്ടും നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുവരുന്നു. ഒന്ന് അനിമേഷൻ ചെയ്ത് നോക്കാം. കണ്ടില്ലേ. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. ലെയറിൽ പോവുക. മീഡിയയിൽ പോയി വൈറ്റ്
ഇമേജ് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ക്രോപ്പിങ്ങിൽ സെലക്ട് ചെയ്യുക. ക്രോപ്പിംഗ് സെലക്ട് ചെയ്ത ശേഷം വിരലിൻ്റെ സഹായത്തിൽ ഇതേപോലെ ചെറുതാക്കി കൊണ്ടുവരിക. അത് ചെറുതാക്കി കൊണ്ടുവന്നതിന് ശേഷം മാസ്ക് ഓപ്പൺ ചെയ്യുന്നു. ഫെദർ ഒരു 20-25 വരേക്കും മതി. അവിടെ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും അതിന് ആ വൈറ്റ് ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യുക. ആ വൈറ്റ് ഇമേജ് നമ്മൾ സെലക്ട് ചെയ്തു. അതിൻ്റെ ലെങ്ത് വിരലിൻ്റെ സഹായത്തിൽ ലെങ്ത് ഒന്ന് കൂട്ടുക. ലെങ്ത് കൂട്ടിയ ശേഷം നമ്മൾ ലോഗോയുടെ ഇതേപോലെ കൊണ്ടുവരിക. വിരലിൻ്റെ സഹായത്താൽ പയ്യെ താഴോട്ട് കൊണ്ടുവന്ന് ഇതേപോലെ വയ്ക്കുക. ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ലോക്ക് ചെയ്യുന്നു. ടൈം ലൈൻ പയ്യെ ഇതേപോലെ നീക്കുക. അതോടൊപ്പം സെൻറ്ററിൽ നമ്മൾ കൊണ്ടുവച്ച ഇമേജിനെ മുകളിലോട്ട് പയ്യെ കൊണ്ടുപോകും. സ്ലോ ആയിട്ടേ കൊണ്ടുപോകാവൂ. ഇതേപോലെ കൊണ്ടുപോയതിന് ശേഷം ലോഗോയുടെ വെളിയിലത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ വൈറ്റ് ഇമേജ് നമ്മൾ ടേൺ ചെയ്യുന്നു. ടേൺ ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ ലോഗോയുടെ ഈ രീതിയിൽ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ടൈം ലൈൻ നീക്കുക. വിരലുകൊണ്ട് പയ്യെ താഴോട്ട് ഇങ്ങനെ കോണായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ആ ഇമേജ് ഇതേപോലെ കൊണ്ടുവരിക. വീണ്ടും താഴോട്ട് കൊണ്ടുവന്ന് ഈ പൊസിഷനിൽ നിർത്തുക. വീണ്ടും നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇത് സെക്കൻഡിലെ ഇമേജ് ഇത് ഈ രീതിയിൽ ഇമേജ് വരും. കണ്ടില്ലേ? ഓക്കെ. ഇനി നമ്മൾ ലോഗോയുടെ താഴോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും ഈ ലെവലിൽ മതി. സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം സെലക്ട് ചെയ്യും. നമ്മൾ ഇനി ബ്ലെൻഡിങ്ങിൽ സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ബ്ലെൻഡിങ് സെലക്ട് ചെയ്ത് ഇവിടെ നമ്മൾ സ്ക്രീൻ താഴോട്ട് കണ്ടല്ലോ, സ്ക്രീൻ സെലക്ട് ചെയ്യുക. സ്ക്രീൻ സെലക്ട് ചെയ്ത് ഇനി നമ്മളുടെ ഫസ്റ്റ് ലാസ്റ്റ് വെച്ച ഇമേജിൻ്റെ ലെങ്ത് നമ്മൾ കുറയ്ക്കുക. അതിനുശേഷം ഫസ്റ്റ് ഇമേജിൻ്റെ ലെങ്ത് നമ്മൾ കുറച്ച് ഇത് രണ്ട് ഒരേ ലൈനിലായി. ഇനി നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കറക്റ്റ് അനിമേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അനിമേഷനൂടെ സക്സസ് ആയി. ഇനി നമുക്ക് ഇതിനെ സേവ് ചെയ്യാം. മുകളിൽ കാണുന്ന ആരോയിൽ നമ്മൾ അമർത്തുക. അപ്പോൾ ഇവിടെ റെസൊല്യൂഷൻ 4K ഉണ്ട്, QHD ഉണ്ട്, ഫുൾ HD ഉണ്ട്, HD ഉണ്ട്, SD ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ഫുൾ HD അതായത് 1080 സെലക്ട് ചെയ്യുന്നു. ഫ്രെയിം റേറ്റ് ഞാൻ 30 ആണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഹൈ ആക്കുന്നു. നമുക്ക് സേവ് ആസ് കൊടുക്കാം. നമ്മളിത് സേവ് ആയി കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് വെളിയിൽ വരാം. വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇനി ഞാൻ ഇവിടെ ഒരു ഇമേജ്, അതായത് ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തേർഡിൽ കാണുന്ന മുകളിൽ തേർഡ് ഫോർത്ത് ഉണ്ടല്ലോ, അതിൽ ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതിനെ ഞാൻ റൺ ചെയ്ത് ഒരു 4 സെക്കൻഡിൽ വരപ്പം കറക്റ്റായത് 4 സെക്കൻഡിൽ വന്നു. ഇനി നമ്മൾ ലെയറിൽ പോവുക, മീഡിയയിൽ പോവുക, ലെയർ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ പോയിട്ട് കൈൻമാസ്റ്ററിലുള്ള കണ്ടില്ലേ മുകളിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച അനിമേഷൻ ഓപ്പൺ ചെയ്ത് ഇവിടെ കൊണ്ടുവരിക. അതിനുശേഷം ബ്ലെൻഡിങ്ങിൽ പോവുക. അവിടെ ഉണ്ട്,
ബ്ലെൻഡിങ് മുകളിലുണ്ട്, അതിന് സെലക്ട് ചെയ്യുന്നു. ഇവിടെ 1 2 3 ബ്ലെൻഡിങ്ങിലൂടെ വന്നു കഴിഞ്ഞു. നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. മൾട്ടിപ്ലൈ സ്ക്രീനിൻ്റെ മുകളിൽ നിന്ന് മൂന്നാമത്തത് മൾട്ടിപ്ലൈയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അടുത്ത നമ്മൾ ഒരു 6 സെക്കൻഡിൽ ഇവിടെ കറക്റ്റ് ഇവിടെ വെച്ച് നമ്മൾ ടെസ്റ്റ് ലെയറിൽ പോയിട്ട് ടെസ്റ്റ്, അതായത് നമ്മളെ ചാനലിൻ്റെ പേര്, എൻ്റെ ഇവിടെ SK യൂട്യൂബ് ടിപ്സ് ആണല്ലോ, SK യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഞാൻ ഇവിടെ ഫോണ്ട് വന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് കളർ വന്നിട്ട് ഒരു ബ്ലൂ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഈ ഔട്ട്ലൈൻ കണ്ടില്ലേ, ഈ ഔട്ട്ലൈൻ ഓപ്പൺ ചെയ്യുന്നു. ആ ഔട്ട്ലൈൻ നമുക്ക് ഇനേബിൾ ചെയ്യാം. ഔട്ട്ലൈൻ നമ്മൾ ഇനേബിൾ ചെയ്യുക. കാര്യം ഇത് നമ്മൾ ലെറ്ററിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്യുകയാണ്, അതിനുവേണ്ടിയാണ് ഇത്. ഇനി ഇവിടെ കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബ്ലൂ ഞാൻ സെലക്ട് ചെയ്തു. വെയിറ്റ് ഒരു 6 വരെ കൊണ്ടുവന്നു. കൂടുതലായി കഴിഞ്ഞാൽ ബോദറിങ് ആയിരിക്കും. ഇതേപോലെ കൊണ്ടുവരിക. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ടൈറ്റിൽ വന്നിട്ട് അതായത് ചാനൽ നെയിം വേണോ അത്ര നിങ്ങൾ നീളത്തിലാക്കുക. ഇൻ ആനിമേഷനിൽ പോവുക. ഇൻ ആനിമേഷനിൽ പോയിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്ന ലെറ്റർ ബൈ ലെറ്ററാണ്. അപ്പോൾ ഓരോ ലെറ്ററായിട്ട് ഇങ്ങനെ വരുന്ന കണക്ക് വലതുവശത്ത് നിന്ന് ഇടത്തോട്ട് വരുന്ന കണക്ക് തോന്നും. ലെറ്റർ ബൈ ലെറ്റർ ഞാൻ സെലക്ട് ചെയ്തു. ഇതേ രീതിയിൽ അനിമേഷൻ വരും. ഇതിൻ്റെ സ്പീഡ് വന്നിട്ട് ഞാൻ 1.5 സെക്കൻഡാണ് വെച്ചിരിക്കുന്നത്. എത്രത്തോളം നമ്മൾ കൂട്ടുമോ അത്രത്തോളം സ്ലോ ആയിട്ടേ വരുള്ളൂ. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ റൺ ചെയ്തു. സക്സസ്ഫുള്ളായി നമ്മൾ അനിമേഷൻ. ഇതിൻ്റെ ലെങ്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കളയാം. അപ്പോൾ ഇതേപോലെ എല്ലാം സെലക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് ചെയ്യാം. ഫുൾ HD ഹൈയിൽ വെച്ച് സേവ് ചെയ്യുന്നു. നമ്മളത് സേവായി അതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സക്സസ്ഫുള്ളാണോ. അപ്പോൾ നമ്മുടെ അനിമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇൻട്രോ ആദ്യം കാണുന്നില്ലേ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഒരു 3D ഇൻട്രോ. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ എല്ലാം വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതാണ്. വളരെ ലളിതമായ ഭാഷയിലാണ് ഞാൻ എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ആളെന്നുള്ള ബെൽ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ഇതേപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
സസ്നേഹം, നിങ്ങളുടെ സ്വന്തം സുരേഷ നാടൻ. ജയ് ഹിന്ദ്, ജയ് ഭാരത്.